അമേരിക്കയെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിൻ പരീക്ഷിച്ച ഉത്തര കൊറിയ. രാജ്യത്തിന്റെ തന്ത്രപരമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക മിസൈൽ പരീക്ഷണമാണ് കിം ജോങ് ഉൻ നടത്തിയത്. പുതിയ മിസൈൽ പരീക്ഷണങ്ങൾക്ക് ശേഷം കിം ജോങ് ഉൻ രാജ്യത്തെ പ്രശംസിച്ച് അഭിസംബോധന ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിനാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചത്. അമേരിക്കയുടെ ഭൂപ്രദേശം വരെ എത്താൻ കഴിയുന്ന മിസൈലുകളുടെ ആയുധശേഖരം വികസിപ്പിക്കാനും നവീകരിക്കാനുമാണ് കിം ജോങ് ഉന്നിന്റെ നീക്കം. ഇതിനു മുന്നോടിയായാണിപ്പോൾ മിസൈൽ പരീക്ഷണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയെ അപലപിച്ച് കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിരുന്നു. US ഭീകരവാദവും ആക്രമണവും അഴിച്ചുവിടുന്നുവെന്നാണ് കിം ആരോപിച്ചത്. അതോടൊപ്പം ശത്രു രാജ്യങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവായുധങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കിം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തര കൊറിയയുടെ പുതിയ മിസൈൽ പരീക്ഷണം റിപ്പോർട്ട് ചെയ്തത്. US പ്രതിരോധത്തെ പരാജയപ്പെടുത്താനുള്ള മിസൈൽ പരീക്ഷണമാണ് നടന്നത്. ഉത്തര കൊറിയയുടെ 5 വർഷ സൈനിക പദ്ധതിയുടെ ഭാഗമായാണ് പരീക്ഷണങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ തങ്ങളുടെ ആണവായുധ നയം ശരിയാണെന്ന് തെളിയിക്കുന്നതാണെന്നും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പറഞ്ഞു. ചൊവ്വാഴ്ച ഉത്തര കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിം വാഷിംഗ്ടണിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. അമേരിക്കയുടേത് ഭരണകൂട ഭീകരതയും കടന്നുകയറ്റവുമാണെന്ന് ആരോപിച്ച അദ്ദേഹം ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന US-ന്റെ സമ്മർദ്ദങ്ങളെയും വാഗ്ദാനങ്ങളെയും തള്ളിക്കളഞ്ഞ തന്റെ തീരുമാനം 100% ശരിയാണെന്നും നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയയുടെ ആണവ പദവി ഇനി ആർക്കും മാറ്റാനാവാത്ത വിധം ഉറച്ചുപോയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവശേഷി അമേരിക്ക തകർത്തുവെന്ന മുൻപത്തെ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ആണവായുധമില്ലാത്ത രാജ്യങ്ങളെ അമേരിക്ക സൈനികമായി വേട്ടയാടുമെന്നും എന്നാൽ ആണവ ശക്തിയുള്ള രാജ്യങ്ങളെ അവർ ഭയപ്പെടുമെന്നുമുള്ള ഉത്തര കൊറിയയുടെ ദീർഘകാലമായുള്ള വിശ്വാസത്തിന് അടിവരയിടുന്നതാണ് ഇറാൻ സംഘർഷം. നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് കിമ്മിന്റെ ഈ നിർണായക പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ആണവ നിരായുധീകരണം എന്ന പഴയ അജണ്ട ഇനി ചർച്ചയാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് കിം ഇതിലൂടെ നൽകുന്നത്. ഉത്തര കൊറിയ ഒരു ആണവശക്തിയായി അംഗീകരിക്കുകയും തങ്ങൾക്കെതിരായ ശത്രുതാപരമായ നയങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന നിലപാടിലാണ് പോങ്യോങ്. ഇതിനിടെ പുതിയ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷണങ്ങളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണവും നടത്തി ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി അടുത്തിടെ വാഷിംഗ്ടൺ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഉത്തര കൊറിയയുടെ പുതിയ നിലപാട് മേഖലയിലെ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. ഉത്തര കൊറിയ തങ്ങളുടെ ICBM സാങ്കേതിക വിദ്യ തുടർച്ചയായി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കര ഇന്ധന മിസൈലുകൾക്കുള്ള ഏറ്റവും വലിയ ഭീഷണി വിക്ഷേപിക്കുന്നതിന് മുമ്പ് അവയെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ്. കാരണം ദ്രാവക ഇന്ധന മിസൈലുകൾക്ക് ആവശ്യമായ നീണ്ട തയ്യാറെടുപ്പ് സമയം ഇവയ്ക്ക് ആവശ്യമില്ല. ഉത്തര കൊറിയയുടെ 5 വർഷത്തെ സൈനിക വിപുലീകരണ പരിപാടിയുടെ ഭാഗമാണിത്. ലോകം ഇതിനകം തന്നെ നിരവധി പ്രധാന സംഘർഷങ്ങളുമായി മല്ലിടുന്ന സമയത്താണ് ഉത്തര കൊറിയയുടെ ഈ നീക്കം. ഈ പരീക്ഷണം അമേരിക്കയുമായും സഖ്യകക്ഷികളുമായുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കും. ഉത്തര കൊറിയ മിസൈൽ സാങ്കേതിക വിദ്യ കൂടുതൽ വികസിപ്പിച്ചാൽ അത് ആഗോള സുരക്ഷയ്ക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുമെന്നും വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ചും ഒന്നിലധികം വാർഹഡ് ശേഷിയും കര ഇന്ധന സാങ്കേതിക വിദ്യയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.